അച്ചു, എന്നാ നമുക്ക് വിട്ടാലോ? നിനക്കിനി ഷോപ്പിങ്ങിനൊക്കെ പോകണമെന്ന് പറഞ്ഞല്ലേ? വാ, സമയം വൈകുന്നു. നീ എന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോവോ? താങ്ക് യു. നേരത്തെ പറഞ്ഞപ്പോ നീ വരുന്നില്ല എന്നല്ലേ പറഞ്ഞ്, ഇപ്പൊ എന്താ പറ്റി? എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷായി. വാ, നമുക്ക് പോവാം. എന്നാ ഞങ്ങള് പോവാട്ടോ. അഞ്ചേച്ചി, റോസേച്ചി, ബൈ. എന്നാ ഞങ്ങള് പോട്ടെ. അഞ്ചു ചേച്ചി, കാണാം. ബൈ. അഞ്ചു, ഓ എന്താണ് ഇത്ര നോക്കാൻ മാത്രം? വിളിച്ചിട്ട് വിളി പോലും കേൾക്കുന്നില്ല. കഴിഞ്ഞോ നിന്റെ നോട്ടം? അവരൊക്കെ എപ്പോഴോ പോയി. നീ ആരെയാ പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നേ? എന്താടി നീ ഒന്നും മിണ്ടാത്തെ? നിനക്ക് ആ പോയവന് മുന്നേ പരിചയമുണ്ടോ? അവന് നിന്നെ എന്തോ വലിയ പരിചയമുള്ള പോലെ എനിക്ക് തോന്നി. എനിക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. എന്താ നിനക്ക് അങ്ങനെ തോന്നി? അല്ല, അവൻ നിന്നെ മാത്രം പരിചയപ്പെടുകയും അതുപോലെ പോകുമ്പോ നിന്നോട് മാത്രം സ്പെഷ്യൽ ബായ് പറഞ്ഞിടക്കെ പോയപ്പോ കണ്ടപ്പോ ചോദിച്ചതാ. ഇവിടെ വടി പോലെ ഞാൻ നിന്നിട്ട് എന്നൊന്ന് നോക്കുപോലും ചെയ്തില്ലല്ലോ. എന്തോ നിങ്ങൾ തമ്മിൽ പരിചയമുള്ള പോലെ തോന്നി എനിക്ക്, അതുകൊണ്ട് ചോദിച്ചതാ. ഹലോ, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? നമ്മളെ പാർക്കിൽ കാണാത്തോണ്ട് ആകാശേട്ടനെ വിളിച്ചേ. വാ, പുറത്തിറങ്ങി നിക്കാം, ഇപ്പൊ കാറും കൊണ്ട് വരും. അല്ല, കണ്ണൻ അവൻ പോയോ? അവനൊക്കെ പോയി. എന്നാ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് കണ്ണൻ നിന്നോട് എന്താ പറഞ്ഞേ? അവനോട് എനിക്ക് മര്യാദക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല ഏട്ടാ. അപ്പോഴൊക്കെ ഏട്ടൻ വിളിച്ചില്ലേ. പിന്നെ ഞാൻ നോക്കുമ്പോ അവൻ പോയിട്ടുണ്ടായിരുന്നു. അവൻ ഒറ്റക്കായിരുന്നോ വന്നേ? അല്ല, അത് ഞാൻ വിട്ടു. നമ്മുടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, അശ്വതി. അശ്വതിയുടെ കൂടെയോ? അതെ, അവള് തന്നെ. എനിക്ക് തോന്നുന്നത് അവർ തമ്മിൽ റിലേഷൻ ആണെന്ന്. അവന് സീരിയസ് ആയിട്ടുള്ള റിലേഷൻ ഒന്നും ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാ. അതെന്താ അങ്ങനെ പറയുന്നേ? അവനെ പറ്റി അങ്ങനെയൊന്നുമല്ലല്ലോ പുറമെയുള്ള സംസാരം. അതങ്ങനെയാ. അവന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോ ഒരു പ്ലേ ബോയ് ആയിട്ട് തോന്നുമെങ്കിലും അവൻ ആരായിട്ടും അങ്ങനെ ഫിസിക്കൽ റിലേഷൻ ഒന്നും ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല. അതവൻ ചെയ്യത്തുമില്ല. ഇതൊക്കെ അവന്റെ ഒരു ടൈം പാസ് മാത്രമാണ്. അതെന്താ ആകാശേട്ടന് അത്ര ഉറപ്പ്? അവൻ പറയാത്തതാണെങ്കിലോ എല്ലാം ഇപ്പോ നമ്മളോട് പറയണമെന്നുണ്ടോ? അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അവൻ എന്തായാലും എന്നോട് പറയും. എന്നോട് അങ്ങനെ ഒന്നും മറച്ചു വെക്കണ ശീലമൊന്നും അവനില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത്. പിന്നെ അവൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഒരു ടൈം പാസ് ആണ്, അവന് സീരിയസ് ആയിട്ട് ഒന്നിലും താല്പര്യമില്ല എന്നൊക്കെ. പഠിച്ച കള്ളം തന്നെയാ അവൻ. പ്രീതി പറഞ്ഞ തന്നെയാ ശരി. എനിക്ക് ഉറപ്പാ അവനൊരിക്കലും ഫിസിക്കൽ റിലേഷൻ ഒന്നും ആകാശത്തിനോട് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എപ്പോഴോ ഞാനുമായിട്ടുള്ളത് ഷെയർ ചെയ്യുമായിരുന്നല്ലോ. എന്നെ പോലെ എത്ര പേരെ അവൻ വെട്ടിക്കിടത്തിയിട്ടുണ്ടാവും. അവന് കയ്യും കണക്കും ഉണ്ടാവില്ല. അതായിരിക്കും ഒന്നും പറയാത്തത്. അല്ല അഞ്ചു, ഞാനൊരു കാര്യം ചോദിക്കാൻ വിചാരിച്ചിരുന്നു. നീയും കണ്ണനും മുന്നേ പരിചയം വല്ലതും ഉണ്ടായിരുന്നോ? രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ നോക്കുന്ന കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. പരിചയമൊന്നുമില്ല, പക്ഷേ നിന്റെ കല്യാണത്തിന്റെ അന്ന് കണ്ട പോലെ തോന്നി, അതങ്ങനെ നോക്കിയോണ്ടിരുന്നേ, അല്ലാതെ വേറൊന്നുമില്ലടി. അതിപ്പോ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. നീ എന്തെന്നോട് പറയാഞ്ഞേ? എവിടെ വെച്ച അങ്ങനെ വെച്ച കണ്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. ജസ്റ്റ് ആ മുഖം കണ്ടൊരു പരിചയം, അത്രേ ഉള്ളൂ. പിന്നെ കണ്ടാ പറയാൻ അവൻ എന്താ BTS ജങ്കുക്കോ? എടി, സത്യമായിട്ടും ജങ്കുക്കിന്റെ ചെറിയ കട്ടാനില്ലേ ആ സൈഡിന്ന്? എനിക്കങ്ങനെ തോന്നി, ഇല്ലേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവന് BTS ജങ്കുക്കിന്റെ കട്ടുണ്ടോന്ന് നോക്കിയിരിക്കല്ലായിരുന്നു. പിന്നെ മോളെ എന്ത് നോക്കിയിരിക്കുവായിരുന്നു? അവനെ തന്നെ ഇങ്ങനെ തുറക്കനെ നോക്കുന്നുണ്ടായിരുന്നല്ലോ. നിനക്ക് എന്താ റോസേ? അവനെ പറ്റി കുറെ നേരമായല്ലോ എനിക്കിനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട്. ഒന്ന് മിണ്ടാതിരിക്കോ? അത് ശരി, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? അവനെ പറ്റി ചോദിച്ചത് നിനക്ക് ഇത്ര ഇറിറ്റേഷൻ ആയോ? അതെന്തിനാ? നിനക്ക് അവനെ വല്ല മുൻപരിചയമൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ അവനെ പറ്റി കേൾക്കുമ്പോ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നേ? എന്റെ പൊന്നു റോസേ, ഒന്നും മിണ്ടാതിരിക്കാവോ? അതിന് ഞാൻ എന്താ തരണ്ടേ? പറ. ഞാനൊന്നും പറയുന്നില്ല. എടി, എന്നാലും അവനെ കാണാൻ നല്ല ലുക്കാലെ.
ചുള്ളൻ ഹാൻസം ബോയ് അല്ലേ? എന്നാ നീ പോയി അവനെ കെട്ട്. ഒല്ലപ്പിന്ന് കുറെ നേരമായി അവള്. എടി സത്യം പറയാലോ, അവനെ കണ്ടപ്പോ എനിക്ക് ഒരു മാരേജ് ലൈഫൊക്കെ തോന്നി. എന്ത് ചെയ്യാനാ, അത് സെറ്റ് ആവില്ലല്ലോ. അവൻ എന്നേക്കാ പ്രായം കുറവല്ലേ, 25 വയസ്സേ ആയുള്ളൂ. എനിക്കും 30 കഴിഞ്ഞു. അപ്പോ അതെന്തായാലും നടക്കില്ല. അതാ എനിക്കൊരു സങ്കടം. കണക്കായിപ്പോയി. എന്താണ് രണ്ടും കൂടി ഒരു സ്വകാര്യം പറച്ചില്? ഞങ്ങളും കേക്കട്ടെ. ഏയ് ഒന്നുമില്ല ആകാശേട്ടാ, ഞങ്ങള് ചുമ്മാ ഓഫീസിലെ പെൻഡിങ് വർക്സിനെ പറ്റി സംസാരിക്കുമായിരുന്നു. ഹാ, എന്നാ ഇനി നേരെ വിട്ടോ, വർക്ക് ചെയ്തോ, ഓഫീസെത്തി. എന്നാ ശരിടി റോസ, എന്നാ ഞാൻ ഫ്രീ ആകുമ്പോ വിളിക്കാട്ടോ. ബൈ. ഓക്കെ ഡി, ശരി, നീ എന്നാ ചെല്ല്. ബൈ ആകാശേട്ടാ, ബൈ. ഓ മതിയടി, അവരൊക്കെ പോയി. ഇങ്ങ് വന്ന് ഇപ്പൊ തന്നെ 5 minutes ലേറ്റാ. വേഗം പോയി കേറാം. ഓ ഇങ്ങനൊരു വർക്ക് ഹോളിക് ഇവളുടെ ഒരു കാര്യം. ഇങ്ങ് വാ. എന്നാലും ചേട്ടന്റെ ഈ വരവ് സർപ്രൈസ് ആയി പോയിട്ടോ. ഒന്നുമില്ലടാ, നിന്നെ ഒന്ന് കാണാൻ തോന്നി. പ്രീതി നിന്നെ കണ്ടെന്ന് പറഞ്ഞു. ആ, ഞാൻ ഏട്ടത്തിയെ കണ്ടിരുന്നു, പക്ഷെ സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ പുറത്തേക്ക് പോയി. അവള് പറഞ്ഞു. എന്നിട്ട് നിന്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറല്ലേ? ഹാ ചേട്ടാ, ഇപ്പോ വർക്കൊക്കെ കിട്ടാറുണ്ട്. അടിപൊളിയായി പോകുന്നു. നിന്റെ അമ്മക്ക് ഇത് ഒട്ടും ഇഷ്ടമല്ല. എപ്പോഴും വിളിച്ചാ ഇത് പറയാനേ നേരമുള്ളൂ, പ്രത്യേകിച്ച് നിന്നെ ഒന്ന് നോക്കാനും. അതെനിക്കറിയാവുന്നതല്ലേ, ഈ അമ്മക്ക് ഇത് തന്നെയാ പണി. അമ്മമാരൊക്കെ അങ്ങനെ തന്നെയാ കണ്ണാ. അവർക്ക് എപ്പോഴും വേവലാതി ആയിരിക്കുമല്ലോ. പക്ഷെ എൻ്റെ അമ്മക്ക് ഇച്ചിരി കൂടുതലല്ലേ എന്നൊരു സംശയം. അത് നീ ഒറ്റ മോനല്ലടാ, അതുകൊണ്ടാ ആറ്റുനോട്ടി കിട്ടിയതും. അപ്പോൾ ഇച്ചിരി സ്നേഹ കൂടുതലും കരുതലൊക്കെ കൂടുതലാവും. കണ്ണാ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? ചോദിക്കേട്ടാ, എന്താ കാര്യം? അല്ല, നീ ഇപ്പോ ശരിക്കും വല്ല റിലേഷൻഷിപ്പിലായോ? ഇല്ല. അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ചേട്ടനോട് പറഞ്ഞല്ലേ ഞാൻ സീരിയസ് ആയിട്ടൊന്നും നോക്കില്ലാന്ന്. അതൊക്കെ എനിക്കറിയാം. പിന്നെ ഞാൻ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അശ്വതി ഉണ്ടല്ലോ, അവളുമായിട്ട് നിന്നെ കണ്ടു എന്ന് പറഞ്ഞു. നിങ്ങൾ റിലേഷനിലാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചത്. അവളോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒക്കെ ടൈം പാസ്, ജസ്റ്റ് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് സീരിയസ് റിലേഷൻഷിപ്പൊന്നും എനിക്കില്ല. വേറൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്നോടൊന്നും മറച്ചു വെക്കാറില്ലല്ലോ. അതെന്താ ചേട്ടൻ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, എനിക്കറിയാം എന്നോട് എത്രയൊക്കെ പറഞ്ഞാലും നിനക്ക് നിന്റെ പ്രൈവസി പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷെ എന്നാലും ഞാൻ ചോദിച്ചതാണ്. അങ്ങനെയൊന്നുമില്ല ഏട്ടാ. നീ ഇതുവരെ നീ എന്നോട് മുന്നേ പറഞ്ഞതാണ്, എന്നാലും നീ ആരുമായിട്ട് ഫിസിക്കൽ റിലേഷനൊന്നും ആയിട്ടില്ലല്ലോ. എന്താ കണ്ണാ, നീ എന്തൊന്നും മിണ്ടാത്തേ? അങ്ങനെ വല്ലതും ഉണ്ടായോ? അത് ചേട്ടനോട് ഞാൻ സത്യം പറയട്ടെ, ഒരാളായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കണ്ണാ, നീ എന്നോട് പറഞ്ഞിരുന്നതല്ലല്ലോ. അങ്ങനെയൊന്നും ഇതുവരെ ആരോടും ഇനി ചെയ്യൂല എന്ന് പറഞ്ഞല്ലേ, പിന്നെ ഇതെങ്ങനെ? അത് പിന്നെ ഞാൻ എന്താ കാര്യം പറ. അത് ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ അന്നാ എനിക്ക്. ഞാൻ എങ്ങനെ ഇതൊക്കെ ചേട്ടനോട് പറയാ? നീ പറ, എന്താ സംഭവിച്ചേ? അത് എനിക്കെന്തോ ഇന്ന് വരെ അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ആരോടും തോന്നിയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് കൺട്രോൾ പോയി, ഒരു അങ്ങനെ കഴിഞ്ഞു. ശരിക്കും എന്ത് ദൈവമേ. അത് പിന്നെ ഒരു കയ്യബദ്ധം. എന്താ കണ്ണാ ഇത്? ഇതൊക്കെ ചെറിയ പറഞ്ഞുള്ള അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അവരെല്ലാം എന്നെ പഞ്ഞിക്കിടും. അത് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈമാ.
അതും എനിക്ക് അങ്ങനെ ഒരു അഫെക്ഷനോ ഒരു ഫീലിങ്സോ ഇതുവരെ ആരോടും എനിക്ക് തോന്നിയിട്ടില്ല. അവളോട് മാത്രം പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയതാ. എന്നിട്ട് അവക്കതിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലേ? ഓ, അവളിതൊക്കെ യൂസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ കൂളായിട്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്തു. എന്തായാലും ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവരുത്. ഇത് നിന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആണ്, കേട്ടല്ലോ? ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. ഞാൻ പിന്നെ അവയ്ക്ക് പോയിട്ടേ ഇല്ല. എന്നാ നിനക്ക് കൊള്ളാം. നിനക്കറിയാലോ, എങ്ങനെയായാലും നിന്റെ അച്ഛമ്മ, അച്ഛൻ, അമ്മ എല്ലാവരെയും കൂടി എന്നോടായിരിക്കും ചോദിക്കുക. അവരൊക്കെ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെങ്കിലും എൻ്റെ അടുത്ത് തന്നെ അല്ലേ എന്നുള്ളൊരു സമാധാനം അവർക്കുണ്ട്. എന്നിട്ട് നീ ഇങ്ങനത്തെ ഓരോ പരിപാടി ഒപ്പിച്ച് വെക്കല്ലേ പ്ലീസ്. ഇല്ല ഇല്ല ചേട്ടാ, ഇത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ നിന്ന് പോയതാ. അതെന്താ അങ്ങനെ കയ്യിൽ നിന്ന് പോവാൻ? നിനക്ക് അവളോട് വല്ല ഇഷ്ടം തോന്നി? അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, എന്തോ ആ സമയത്ത് അങ്ങനെ തോന്നി, അത്രേ ഉള്ളൂ. ചേട്ടൻ എന്തിനാ ചിരിക്കുന്നേ? ഒന്നുമില്ല, എന്നാലും ഞാനിങ്ങനെ ആലോചിച്ചതാ. എന്റെ കല്യാണത്തിന് വന്ന് ഒരുത്തിയെ കണ്ട് എല്ലാം കഴിഞ്ഞിരിക്കുക. കല്യാണം ആരുടെ? എന്റെ. എന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞില്ല. നീ ആള് കൊള്ളാലോ. എന്നാലും ഒരൊറ്റ നോട്ടത്തിൽ കണ്ട് എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ പറ്റുന്നേ? ഒരു ഗുഡൻസ് എന്താ ചേട്ടാ? ഞാനതിന് അവളെ അന്നല്ല കാണുന്നത്, അതിന് മുന്നേ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? നിങ്ങളുടെ മുന്നേ പരിചയമുണ്ടോ? അത് ഞാൻ നാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു 2 വട്ടം. ഓ അങ്ങനെ. അവൾ നിന്നെ കണ്ടായിരുന്നോ? അവൾ എന്നെയും കണ്ടിരുന്നു. അത് ശരി. അപ്പൊ എന്തോ ഉണ്ടല്ലോ കണ്ണ. സത്യം പറ, നിനക്ക് അവളെ ഇഷ്ടമല്ലേ? എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ. അത് എൻ്റെ കയ്യിൽ നിന്ന് പോയതോ. വേറൊന്നും സംസാരിക്കാനല്ലേ ചേട്ടന്? അല്ല, ഇവിടെ വന്നിങ്ങനെ അടിക്കുന്നത് ചേച്ചി അറിഞ്ഞ പ്രശ്നമാവില്ലേ? ഇല്ല, ഞാൻ അതിന് മാത്രമൊന്നും കഴിച്ചില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അഞ്ജു, നിന്റെ വണ്ടിയുടെ കാര്യം എന്തായി? എന്നാ കിട്ടേ? ഇനി 2 ദിവസത്തിനുള്ളിൽ തരാന്ന് പറഞ്ഞതാ, പോയി നോക്കണം. എന്നാ ശരി, നീ താഴോട്ട് വെക്കോ, ഞാൻ പാർക്കിങ്ങിന് വണ്ടി എടുത്തിട്ട് വരാം. ഓക്കെടി, ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. അശ്വതി, താനിതുവരെ പോയില്ലേ? ആരെ വെയിറ്റ് ചെയ്തിരിക്ക? അതോ, ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാ. അവൻ വരാന്ന് പറഞ്ഞു പിക്ക് ചെയ്യാൻ. ഓ, അത് ശരി. ചേച്ചിയുടെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? ഞാൻ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറൊന്നുമില്ല, നാച്ചുറലാ. എന്തായാലും ചേച്ചി അടിപൊളിയാട്ടോ. ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നേ? ആരെയും പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാനോ, എന്റെ വണ്ടി പഞ്ചറായിട്ട് ഞാൻ വർക്ക്ഷോപ്പ് കൊടുത്തതാ. അതിന് 2 ദിവസം കിട്ടാൻ. സോ ഞാൻ റോസിന്റെ കൂടെയാ പോക്കും വരും. അവളിപ്പോ വരും, അവളെ വെയിറ്റ് ചെയ്യാ. അശ്വതി, ഞാൻ ഇവിടെ ഉണ്ട്. ചേച്ചി, അവൻ വന്നു തോന്നുന്നു. ഞാൻ പോവാണേ, നാളെ കാണാം. ഓക്കെടാ, ബൈ. ഓ, ഇവനാണോ വന്നേ? നോക്കുന്ന കണ്ടില്ലേ? ഹേ അഞ്ജു ചേച്ചി, ഞങ്ങള് പോട്ടെ, ബൈ. എടാ സച്ചി, നീ എൻ്റെ ബെൽറ്റ് കണ്ടായിരുന്നോ? എവിടെയാണിത്? ആവശ്യം നേരത്ത് നോക്കിയാൽ കാണൂല്ല, പുല്ല്. എടാ, നീ ഇതിപ്പോ എങ്ങോട്ടാ? എന്നും അശ്വതിയെ പിക്ക് ചെയ്യാൻ പോകണോ? നിനക്കെന്താ പ്രാന്തായോ? അവളെ പിക്ക് ചെയ്യാൻ പോണം. അതെന്തിനാന്നാ ഞാൻ ചോദിച്ചേ. നീ ഇപ്പൊ ശരിക്കും സീരിയസ് റിലേഷനിലായോ? അശ്വതിയായിട്ട് നീ സീരിയസ് ആണോ? ഒന്ന് പോയടാ. ഞാനോ സീരിയസോ? എങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാടാ? നീ എന്തിനാ അവളെ ആവശ്യമില്ലാതെ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനൊക്കെ പോകുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തേ. നീ ഇപ്പൊ അങ്ങനെ ഒന്നും മനസ്സിലാക്കണ്ട. ഇങ്ങനെ പോയ അവൾ നിന്റെ തലയിലാവൂടാ. അതൊന്നും എൻ്റെ തലയിലാവില്ല. അതൊക്കെ എങ്ങനെ ഊരണമെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. നീ ഇപ്പൊ പ്രോഗ്രാമിനുള്ള ഒന്നും ശ്രദ്ധിക്കുന്നില്ല, മര്യാദക്ക് ഡാൻസ് പ്രാക്ടീസിന് വരുന്നില്ല, സോങ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഫുൾ ടൈം അശ്വതിയുടെ കൂടെയാണല്ലോ. എന്താ നീ വിചാരിച്ചു വെച്ചേക്കുന്നത്? ഒന്ന് പറഞ്ഞുതരാവോ?
എൻ്റെ മനസ്സിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നു, അത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അശ്വതിയോടെ എനിക്കൊരു പുണ്ണാക്കുമില്ല. അത്ര മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. ഓ, അപ്പം നീ അശ്വതിയെ കാണാനല്ലേ അവളെ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനും പോകുന്നേ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്റെ കാട്ടിക്കൂട്ടിൽ കണ്ട അങ്ങനെ തോന്നും. വേറെ ആരെയോ കാണാൻ വേണ്ടിയിട്ട് അശ്വതിയുടെ പേരും പറഞ്ഞ് അങ്ങ് പോവാണെന്ന്. അങ്ങനൊന്നുമില്ല. പിന്നെ എങ്ങനെയാണാവോ? നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. നീ എൻ്റെ ബെൽറ്റ് തരേ, എനിക്കിപ്പോൾ പോകണം. സമയം 5:30 ആയി തുടങ്ങി. പെട്ടെന്ന് പോകണം. ഓ, കണ്ടോ, കറക്റ്റ് സമയം വരെ അവൻ ഓർമ്മയുണ്ട്. പോയി തരാടാ. സച്ചി പറഞ്ഞ് ശരിയല്ലേ. ഞാനെന്തിനാ അശ്വതിയെ അവിടെ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാൻ പോകുന്നേ? ഫസ്റ്റ് റീസൺ, അഞ്ജലി അവിടെ ഉള്ളതാ. അവളെ കാണിക്കാൻ വേണ്ടി തന്നെയാ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതെന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തെന്നെ ആയാലും ഇങ്ങനെ അവളുടെ മുന്നിൽ ഷോ ഓഫ് കാണിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ട്. ആ, ദേ വരുന്നു നമ്മുടെ അഞ്ജു ചേച്ചി. ഓ, കണ്ടിട്ടും കാണാതെ മട്ടിൽ പോകുന്നു കണ്ടില്ലേ, അഹങ്കാരി. ദേവു, നീ പോകുന്നില്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ചേട്ടൻ വരും. എന്നാ ശരി. ഇവനൊന്നും വേറെ പണിയില്ലേ? രാവിലെ വൈകിട്ടും കാണാലോ, ഇഡിയറ്റ്. ഓ, നോക്കി പേടിപ്പിക്കുന്നു. നീ ആരാടി? ശേ, പോയല്ലോ. ഇനിയിപ്പോൾ ഞാനിവിടെ എന്തിനാ നിൽക്കുന്നേ? അശ്വതി എത്തിയിട്ടില്ല, മെല്ലെ സ്കൂട്ടാവാം. അശ്വതി എന്താ മൂഡ് ഓഫ് ആയി പോകുന്നേ? എന്ത് പറ്റി അവക്ക്? അവക്കെന്ത് പറ്റ? അല്ല, ഇന്നവള് അവന്റെ കൂടെയല്ലേ പോകുന്നേ? വേറെ ആരോ ആണല്ലോ. ഓ, ഇപ്പൊ സ്ഥിരം തന്നെയാ. കുറച്ചു ദിവസമായിട്ട് മറ്റവൻ വരാറില്ലല്ലോ. നീ കാണാറില്ലല്ലോ അല്ലേ? നീ ലേറ്റ് ആയിട്ടല്ലേ പോവാറ്? അതാ ഇപ്പൊ കുറച്ചായിട്ട് ഇവനെ വരാറ്. മറ്റേ കണ്ണൻ ഇപ്പൊ വരാറില്ല തോന്നുന്നു. ഓ, എന്താ അവൻ തേച്ചിട്ട് പോയോ? അല്ലെങ്കിലും അവൻ ഇതൊന്നും സീരിയസ് അല്ല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ബട്ട് ഇവക്ക് അവനോട് സീരിയസ് ആയിരുന്നു. ഇപ്പൊ ഈ പോകുന്നവന് അവളുടെ ടൈം പാസ്സാ. അവളുടെ ഒരു കാര്യം. അതെ, അവളുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. വാ, നമുക്കൊന്ന് പോകണ്ടേ? ഷോപ്പിങ്ങിനൊക്കെ പോണെന്ന് പറഞ്ഞോണ്ട് ഞാൻ കാർ എടുത്താ വന്നേ. വേഗം വാ, പാർക്കിങ്ങിലോട്ട് പോവാം. എടാ ജിതിനെ, മതിയടാ, എണീക്കട. പോയി പ്രാക്ടീസ് ചെയ്യും. അടുത്ത ആഴ്ച നമുക്ക് പ്രോഗ്രാം ഉള്ളത്. നിനക്കതൊന്നും ഓർമ്മയില്ലേ? ഓ, ആരാ ഇപ്പൊ പറയുന്നേ? എന്താടാ, നിനക്കെന്താ? പോയി പ്രാക്ടീസ് ചെയ്യ്. അല്ല, നീ എന്നോട്ടാ പ്രാക്ടീസിന് വരാൻ തുടങ്ങിയത്? നീയും പ്രാക്ടീസിന് വരാൻ തുടങ്ങിയിട്ട് 10 ദിവസം ആവുന്നല്ലേ ഉള്ളൂ. അതുവരെ ഞങ്ങളല്ലായിരുന്നോ നിന്റെ മൂട്ടിലോടെ വന്നോണ്ടിരുന്നേ? എടാ, ഞാൻ നിങ്ങളെ പോലെയാണോ? സകലകലാ വല്ലഭനല്ലേ? എനിക്കത് സ്പോട്ടിൽ വരെ ആ കൊറിയോഗ്രാഫി സെറ്റ് ആവും. അതുപോലെയാണോ നിങ്ങള്? അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ഓ, പിന്നെ ഒരു സകലകലാവല്ലവൻ. അതൊക്കെ പോട്ടെ, നീ എന്തപ്പാ അശ്വതിയുടെ പിന്നാലെ പോവാത്തെ? അത് പറ്റ ഒഴിവാക്കിയോ? വിടാന് ഞാൻ അവളായിട്ട് വലിയ റിലേഷനിലൊന്നും അല്ലല്ലോ. പിന്നെ ഇപ്പൊ അങ്ങനെ പോവാറില്ല, ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ആ, ചെറിയച്ഛനാണല്ലോ. വീഡിയോ കോളോ? ഹലോ ചെറിയച്ച. ഞാനിവിടെ ഡാൻസ് പ്രാക്ടീസിലായിരുന്നു. ചെറിയച്ഛൻ എന്നാ ഇനി ഇങ്ങോട്ട് വരുന്നേ? ആണോ? ഞാൻ വരാലോ. ചെറിയച്ഛൻ വിളിച്ചാ മതി. നല്ല വിശേഷങ്ങൾ. എന്തായാലും ചെറിയച്ഛൻ ഇങ്ങോട്ട് വരല്ലേ, ഞാൻ പറയാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു സോ മച്ച് മോളു. നമുക്കെന്നാ കേക്ക് കട്ട് ചെയ്താലോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ദിസ് ഈസ് ഫോർ യു.
ആ നൈസ് ആയിട്ടുണ്ടല്ലോ. ഇഷ്ടായോ അമ്മ? പിന്നെ ഇഷ്ടാവാതെ? ഐ ലൈക്ക് ഇറ്റ്. ദിസ് ഇസ് ഫ്രം പപ്പ. ഓ എനിക്കിഷ്ടായെന്ന് പറഞ്ഞേക്ക്. എന്താ ഡേറ്റ് ഇതുവരെ ആവാത്ത? എനിക്കിങ്ങനെ തെറ്റാറൊന്നുമില്ല. പിന്നെന്ത് പറ്റി? ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പോസിറ്റീവ്. അന്ന് ആ പില്ല് കഴിക്കാൻ ഞാൻ വിട്ടല്ലോ. ഓ മൈ ഗോഡ്. അവന്റെ കുഞ്ഞ് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ.